ബട്ട് ബിഗ് സ്ക്രീനിൽ കാണാൻ ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട് ഒബ്വിയസ്ലി. ഞങ്ങൾക്ക് തന്നൊരു വലിയൊരു എന്താ എക്സ്പോഷർ അല്ലേ. സോ വൻ വിഷയമായേക്കാലോ. അതെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴും ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനെതിരെ രംഗത്ത് ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നിരുന്നു. നമ്മൾ ഇന്ന് വന്നത് ഈ ഒരു കാര്യത്തിനാണ്, നല്ലൊരു കാര്യത്തിനാണ്. നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്നത്തെ ബിഗ് ബോസ് ഇപ്പത്തെ കാണാറുണ്ട്? ഞാൻ കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെയല്ല, എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. ഈ പറഞ്ഞ പോലെ വിന്നിങ് എന്നുള്ള ഒരു കാര്യം മാത്രമല്ല, അതിനകത്ത് ആരിപ്പോ ഒരു ദിവസത്തേക്കല്ല ഒരു ആഴ്ചത്തേക്ക് വന്നാലും എല്ലാവർക്കും ആ ഒരു എക്സ്പോഷറും ആ ഒരു സപ്പോർട്ടും സ്നേഹവും ജനങ്ങളുടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. കുറച്ച് പേര് പുറത്തായി. എന്താണ്? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ വന്നിട്ടില്ല. എന്റെ സീസണിലുള്ള ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല. അതെനിക്ക് അടിവര വരച്ച് പറയാൻ പറ്റും. എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അത് അന്വേഷിക്കണം അല്ലെ. ഒരു അക്യൂസേഷൻ പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രോപ്പർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള പ്രൂഫുകൾ നിരത്തണം. അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയണം. പറയാതെ ഒരു ഒരു ഇത് ഉന്നയിക്കുന്നതിനോട് എനിക്ക് അതൊരു ഇതായിട്ട് തോന്നുന്നില്ല. അതൊരു എന്തിനു വേണമെങ്കിലും ആവാം, പബ്ലിസിറ്റിക്ക് ആവാം, മോണിറ്ററി ഇതിന് ബെനിഫിറ്റ്സിനാവാം, അതെന്തിനു വേണമെങ്കിലും ആവാം. അതറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത്രത്തോളം ധൈര്യമുള്ള ആളാണെങ്കിൽ അതിനെപ്പറ്റി പറയണം അല്ലേ. നമ്മളെല്ലാരും ചോദിക്കുന്നവർ അത് മുമ്പോട്ട് കൊണ്ടുവന്ന ധൈര്യം ഞങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനൊരു പൂർണ്ണത കിട്ടണമെങ്കിൽ ഒന്നി അത് ലീഗലി പോണം അല്ലേ. അത് ലീഗലി പോണം, അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയണം. പറയാത്തടത്തോളം കാലം ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സൈബർ അറ്റാക്ക്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. എനിക്ക് പോകേണ്ട രീതിയിൽ ഞാനത് പോകുന്നുണ്ട്. സോറി, ബാധിച്ചില്ലേ? ഞങ്ങളൊരു 10 days, ആദ്യത്തെ ഒരു 10 ദിവസം ഭീകര സൈബർ, ഐ കാൻറ്റ് ഈവൻ എക്സ്പ്ലെയിൻ ടു യു. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തതും ലൈവിൽ പോയതും. ബിക്കോസ് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിച്ചത്, എൻ്റെ കൂടെ ഉള്ള സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഞാനന്ന് സംസാരിച്ചത്. ബിക്കോസ് 6-ലുള്ളവർ ഇപ്പൊ അകത്താണ്. അവർക്ക് അവരുടെ കുറിച്ച് പറയാൻ പോലും ഒരു അവസരം ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പം ജാസ്മിൻ ആണെങ്കിലും അതുപോലെയുള്ള എല്ലാ മത്സരാർത്ഥികളും, ഈവൻ കോമണേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അവരൊക്കെ എല്ലാവരും ചോദ്യചിഹ്നമായിട്ട്, ഈവൻ ഞാൻ പറയാം ഭാഗ്യലക്ഷ്മി ചേച്ചി ആണെങ്കിലും പേളി മാണി ആണെങ്കിലും രഞ്ജിനി ചേച്ചി ആണെങ്കിലും ഇവരെല്ലാരും, ഇപ്പം നമ്മുടെ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ലോട്ട് ഓഫ് എക്സ് കണ്ടസ്റ്റൻസ് എല്ലാം ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, എഫക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾക്ക് ഇത് ഫ്യൂച്ചർ ഉള്ളതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പേരാണല്ലോ. വേറൊന്നുമല്ല, കാശ് ഒരു സ്ത്രീക്ക് മണിയെയും കാട്ടി കൂടുതൽ സെൽഫ് റെസ്പെക്ട്, നമ്മുടെ ഒരു ഡിഗ്നിറ്റിയാണ് വലുത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാ പറയുകയാണെങ്കിൽ അത് ആരാണെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ അന്വേഷണം അങ്ങനെ പോകും. അത് പറയാതെ അവിടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നെഗറ്റീവ് എന്നല്ല, ഓരോരുത്തരുടെയും ഗെയിം പ്ലാൻ ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ പോർട്രേ ചെയ്യുന്ന പല രീതിയിലായിരിക്കും. ഇപ്പോഴും നമ്മൾ ബിഗ് ബോസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, അത് ഓരോരുത്തർ ഈ പറഞ്ഞ പോലെ എല്ലാവരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും ദൂരം നമുക്ക് വരാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പുറത്ത് കാണുന്ന പോലെ അല്ല, അതിനകത്ത് ഒരു പ്രഷർ കുക്കറാണ്. സോ താങ്ക് യു.